ഹായ് ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ ആണ്. എന്റെ ഫ്രണ്ട് ഗോപിക, ഇപ്പൊ പല വീഡിയോയിലായിട്ട് ഞാൻ അവളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗോപികയുടെ ഇളയ കുഞ്ഞിന്റെ, നമ്മുടെ നിധിയേക്കാളും 10 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. നിധി ജൂൺ 6 ഉണ്ടായി, ജൂൺ 17 നമ്മുടെ ദേവമോൻ ഉണ്ടായത്. അപ്പം ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊന്ന് കണ്ടാലോ? നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇച്ചിരി കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക, അതാ ഇത്ര ഗൗരവം മുഖത്ത്. എന്താന്ന് വെച്ചാ ഈ ഉടുപ്പിട്ടതിന് തന്നെ ആയിരുന്നു ആളുടെ ബഹളം. ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടുമ്പോ കുഞ്ഞുങ്ങൾക്ക് ചൂടല്ലേ ശരിക്കും, പക്ഷെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെയൊക്കെ ഉടുപ്പ് വേണ്ടേ ഇടാൻ, ഒരു കോട്ടും ഒക്കെയുള്ള ഉടുപ്പ് വേണമല്ലോ ഇടാൻ. ഇതാണ് ഗോപികയുടെ അമ്മ, രാജമ്മ അമ്മ. അമ്മയ്ക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക, തിമിരത്തിന്റെ. അതാണ് കണ്ണാടി കേട്ടോ. ഭയങ്കര കുഴഞ്ഞു, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കേക്കൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആയപ്പോ തന്നെ കേക്ക് സെറ്റായി. അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ പോവാ. ഒരുപാട് പേരെ ഒന്നും വിളിക്കാതെ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചുള്ള ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. എന്താന്ന് വെച്ചാൽ ഗോപികയുടെ ഹസ്ബൻഡ് അരുൺ ചേട്ടൻ ഇവിടെ ഇല്ല, അപ്പൊ അവൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പം കുറച്ച് പേരെ മാത്രം വിളിച്ചൊരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു. പക്ഷെ കുഞ്ഞു സെലിബ്രേഷൻ ആണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട്, നല്ല സൂപ്പർ ആയിട്ട് നടന്നു. ഇത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ, ഗീതു. നിങ്ങൾ എങ്ങനെ പരിചയമായത്? നിങ്ങൾ 3 പേരും ഒരു സ്കൂളിലാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഒന്നുമല്ല, ഞങ്ങൾ ഒരു സ്കൂളിലും അല്ല, ഒരു സ്ഥലത്തും അല്ലായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞുള്ള പരിചയമാണ് ഞങ്ങൾ 3 പേരും. ഇപ്പൊ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞു ദേവിക്ക് ഒരു അടിപൊളി ജീപ്പൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ തന്നെ വാങ്ങി നൽകിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് തന്നെ അതിലിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ വണ്ടിയിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മുടെ നിധിക്കും ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ണിക്കുട്ടൻ, എൻ്റെ അനിയൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം തന്നെ ഗോപികയും വാങ്ങിച്ചു കൊടുത്തു കുഞ്ഞിന്. അപ്പം അതിൽ ഇരിക്കുക ചേട്ടനും അനിയനും കൂടെ. അപ്പൊ ക്യാമറാമാൻ ചേട്ടൻ ഒത്തിരി നേരമായിട്ട് കുഞ്ഞിനെ ഒന്ന് ചിരിപ്പിക്കുന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഞാൻ അവിടെ നിന്ന് കാക്കോ കണ്ടേ ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചിരിച്ചു, അവൻ ഇഷ്ടപ്പെട്ട്. കുറെ കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങ് നോക്കുക, ഞാൻ എന്താ കളിപ്പിക്കാത്തേന്ന്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടാണ് കുഞ്ഞിന്റെ നല്ല കുറെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പൊ നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതും ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്തൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് സദ്യയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു. അപ്പം പരിപ്പും പപ്പടവും പായസവും അടപ്രഥമനൊക്കെ ആയിരുന്നു ഡിഷസ്. അപ്പം ഇതെല്ലാം ഉള്ളൊരു സദ്യയൊക്കെ കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം നമ്മുടെ ക്രയോൺസ് ക്രിയേഷൻസ് ഷോപ്പ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അടുത്താണ് ഗോപികയുടെ വീട്. അപ്പം നമ്മുടെ രാഹുലേട്ടനും ഉച്ച സമയമായപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സദ്യയൊക്കെ കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ബൈ.